Celebrate the moments of colors. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ. എടപ്പാൾ പോത്തന്നൂരിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഠത്തിൽ വാസു അനുസ്മരണവും അനുമോദന സദസ്സും നടത്തി. VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. എടപ്പാൾ പോത്തന്നൂരിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഠത്തിൽ വാസു 5ാമത് അനുസ്മരണവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചത്. VT ബൽറാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിലെ കാശി മണ്ഡലത്തിൽ, വാരാണസി മണ്ഡലത്തിൽ നരേന്ദ്രമോദി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണോ എന്നുള്ള സംശയം നിലനിൽക്കുകയാണ്. കാരണം ആ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ ഒരു 3-4 റൗണ്ട് എണ്ണി നോക്കിയപ്പോൾ മാധ്യമങ്ങളിൽ നിങ്ങളൊക്കെ ആ സമയത്ത് ബ്രേക്കിംഗ് ന്യൂസുകൾ കണ്ടതാണ്. നരേന്ദ്രമോദി പിന്നിൽ, നരേന്ദ്രമോദി പിന്നിൽ, നരേന്ദ്രമോദി പിന്നിൽ. ആദ്യത്തെ 5 റൗണ്ട് വരെ നരേന്ദ്രമോദി പിന്നിലായിരുന്നു. ഏതാണ്ട് 50,000 വോട്ട് പുറകിലായിരുന്നു. പിന്നെ കുറച്ചു നേരത്തേക്ക് വാരാണസിയിൽ നിന്നുള്ള യാതൊരു റിപ്പോർട്ടും ഇല്ല. 1-2 മണിക്കൂർ ബാക്കി മണ്ഡലങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്, വാരാണസിയെ കുറിച്ച് മിണ്ടുന്നില്ല. പിന്നെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ചാനലുകളിൽ വീണ്ടും ബ്രേക്കിംഗ് ന്യൂസ് വന്നു, നരേന്ദ്രമോദി മുന്നിൽ. പിന്നെ നരേന്ദ്രമോദി വിജയിച്ചു എന്ന് പറഞ്ഞ പ്രഖ്യാപനവും കണ്ടു. സംശയിക്കേണ്ടി വരികയാണ്. അക്ഷരാർത്ഥത്തിൽ രാജ്യത്തിന് മുമ്പിൽ ഇന്ന് സംശയമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നയാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്നുള്ളത് ഈ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് സംശയിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലാണ് രാജ്യത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യത നിലനിൽക്കുന്നത്. ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ രാജ്യത്തോട് അക്കമിട്ട് വിശദീകരിച്ചു. AM രോഹിത് മുഖ്യപ്രഭാഷണം നടത്തി. സുരേഷ് കൊൽപ്പാക്കര അനുസ്മരണ പ്രഭാഷണം നടത്തി. കരീം, ഉമേഷ്, നാസർ, KG ബാബു, KG ബെന്നി, VT അബ്ദുൽ സലാം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മഹാദേവ്, രാമിക 45ാം റാങ്ക്, ഫാത്തിമത്ത് സൈദ്, മുഹമ്മദ് അദ്വൈത്, ഫൈസ്.